ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളുടെയും ക്ഷേമ പെൻഷനുകളുടെയും വിതരണമെല്ലാം മാർച്ച് 25 തിങ്കൾ മുതൽ ആരംഭിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. വിഷു, ഈസ്റ്റർ, റംസാൻ പശ്ചാത്തലത്തിൽ സർക്കാർ റേഷൻ കാർഡുള്ള ഓരോ വീടുകൾക്കും പ്രഖ്യാപിച്ചിട്ടുള്ള കെ-റൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, 13 ഇന ഭക്ഷ്യക്കിറ്റുകൾ ഇത് സബ്സിഡി നിരക്കിൽ നമ്മുടെ വീടുകളിലേക്ക് ഇന്ന് മുതൽ എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇത് ഈ ആഴ്ചയോടെ തന്നെ സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും എത്തിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇലക്ഷൻ കൂടി അടുത്തു വരികയാണ്. അതുമാത്രമല്ല, സപ്ലൈകോയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം ഉൾപ്പെടെ വലിയൊരു പ്രതിസന്ധി സർക്കാരിന് ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിക്ക് വിരാമമിട്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വീണ്ടും എത്തിച്ച് ഈസ്റ്റർ, വിഷു, റംസാൻ കാലം കൂടുതൽ ഉത്സവമാക്കാൻ സർക്കാർ ഒരുങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, 4800 രൂപയുടെ വിതരണവും സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നു. അതായത് 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ വിതരണവും ഈ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ആനുകൂല്യം കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. സംസ്ഥാനത്ത് 13ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എങ്കിൽ പോലും അത് ലഭ്യമല്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം പരിഹരിച്ച് ഇന്ന് മുതൽ തന്നെ പഞ്ചസാരയും ഉഴുന്നും വെളിച്ചെണ്ണയും വിവിധ ധാന്യങ്ങളും അതോടൊപ്പം വിവിധ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ കോംബോ പാക്കറ്റുകളിലാക്കി സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സപ്ലൈകോയിലും മാവേലി സ്റ്റോറിലും നിന്നെല്ലാം നമുക്ക് വാങ്ങാൻ സാധിക്കും. ഒരു റേഷൻ കാർഡിന് 5 കിലോ വീതം കെ-റൈസും ഇതിന്റെ ഭാഗമായി വിതരണം നടത്തുന്നുണ്ട്. ശബരിയുടെ കെ-റൈസ് ആണ് വിതരണം നടത്തുന്നത്. ജയ അരി 29 രൂപയ്ക്കും കുറുവ അരിയും മട്ട അരിയും കിലോയ്ക്ക് 30 രൂപയ്ക്കുമാണ് ലഭിക്കുന്നത്. ഒരു റേഷൻ കാർഡിന് 5 കിലോ ആണ് മാസം ഈ കെ-റൈസ് വിതരണം ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെയാണ് കുടിശ്ശികയായ ക്ഷേമ പെൻഷനും വിതരണം ചെയ്യുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങളിലെ 1600 വീതമാണ് ലഭിക്കുക. 2023 മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ കുടിശ്ശിക പെൻഷൻ എത്തുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യ ഗഡു വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. 1600 പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതോടൊപ്പം കൈകളിലേക്കുള്ള തുക വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. BPL, AAY റേഷൻ കാർഡ് വിഭാഗത്തിലുള്ള ചിലർക്ക് മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറച്ചാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ 2-3 ദിവസത്തിനുള്ളിൽ ബാക്കി ലഭിക്കേണ്ട തുകയും ഇവരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. വിഷുവിന് മുമ്പായി തന്നെ 2 മാസത്തെ 3200 രൂപയുടെ പെൻഷൻ വിതരണവും ആരംഭിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു. വളരെ ആശ്വാസകരമായ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.